ഹലോ ഗേയ്സ്, അപ്പോൾ നമ്മളൊരു ഉച്ചയ്ക്കത്തൊരു വ്ലോഗുമായിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ ഞാനും കറമ്പിക്കുട്ടി അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളിതാ ചക്കയൊക്കെ വറുത്തിട്ട് അതിൽ കുരുമുളക് വിതറി തിന്നണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചക്ക നമ്മൾ വറുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഇത്തിരി കുറച്ച് കുരുമുളക് ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആരെങ്കിലും ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതാ ചക്കയൊക്കെ ഇങ്ങനെ കഴിക്കണം കേട്ടോ. അപ്പം ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് നമുക്ക് മിക്കവാറും ദിവസം ചക്കയാണ് മെയിനായിട്ട്. അപ്പോൾ ചക്ക എരിശ്ശേരി വെക്കണം. പിന്നെ കുറച്ച് ചിക്കൻ വാങ്ങിച്ചായിരുന്നു. മീൻ കിട്ടാത്തതുകൊണ്ടാണ് ചിക്കൻ വാങ്ങിച്ചത്. അപ്പോൾ അപ്പു ചിക്കനൊക്കെ വേണ്ടി അരിയാണ് കേട്ടോ. അപ്പോൾ അപ്പുവാണ് ഇവിടെ അരിയുന്നതൊക്കെ അപ്പുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് വാങ്ങിച്ചൊരു സ്റ്റാൻഡാണ്. അപ്പോൾ അത് ഇത്തിരി ഒന്ന് നേരെയാക്കി വെക്കാൻ ഞാൻ കുട്ടീനോട് പറഞ്ഞു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അത് എരിശ്ശേരിക്ക് വേണ്ടിയുള്ള തേങ്ങ തിരുവിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ ഫോണാണ് കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ ഫോണായതുകൊണ്ടാണ് ഞാൻ തേങ്ങ തിരുവുമ്പം ഇങ്ങനെ നേരെ ഇതാക്കാൻ പറ്റാതെ ഇരിക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ ഇങ്ങനെ തിരുമ്മി വെക്കാമെന്ന് കരുതി തേങ്ങ തിരുമ്മിയതിന് ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ടൊക്കെ ഉള്ള ഒരു ഇതാണ് നോക്കണത്. അപ്പം നമുക്ക് എരിശ്ശേരി വെക്കാമെന്നൊക്കെ ഉള്ളൊരു പ്ലാനാണ്. അപ്പം ഞാനും കുട്ടിയൊക്കെ ഏകദേശം തേങ്ങയൊക്കെ തിരുമ്മി കഴിഞ്ഞു. ഇനിതാ നമ്മൾ ചക്ക കുക്കറിൽ വേവിച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പം നമുക്കതിനി എരിശ്ശേരി വയ്ക്കാം. അപ്പം ചക്ക നല്ലതുപോലെ വെന്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളവിടെ വരിക്കച്ചക്കയാണ് ഉള്ളത് കേട്ടോ. അപ്പം അതിപ്പോൾ നല്ലത് കുറേ പൂത്തായിരുന്നു. അപ്പം അതിൽ നിന്നാണ് നമ്മൾ ചക്ക എടുക്കുന്നത്. അപ്പോൾ ഡെയിലി നമുക്കിപ്പോൾ ഉപയോഗിക്കാം. ചക്ക സീസൺ തീരണ വരെ ഉപയോഗിക്കാനുള്ള ചക്ക എന്തായാലും ഉണ്ട്. നമ്മൾ കുറച്ച് ചക്ക എരിശ്ശേരി വെക്കാനായിട്ടൊക്കെ ബാക്കിയുള്ള പരിപാടിയിലോട്ടൊക്കെ ഇങ്ങനെ കടക്കണം കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് ലാസ്റ്റ് ഞാൻ എടുക്കും. അപ്പം നമ്മൾ ചക്ക ആദ്യം നമ്മൾ ഒന്ന് കുക്കറിൽ നല്ലതുപോലെ വേവിച്ച് പിന്നെ അരപ്പിന് വേണ്ടി തേങ്ങയും മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം പിന്നെ കൊച്ചുള്ളിയും കൂടി ചേർത്ത് അരയ്ക്കും കേട്ടോ. അതിനുശേഷം അത് ഒഴിച്ച് ഒന്ന് വന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ വാങ്ങി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഉള്ളി അതൊന്ന് വാടി വരപ്പം നമ്മളിത് തേങ്ങ എടുത്ത് ഇതിലോട്ട് ഇടും കേട്ടോ. പച്ച തേങ്ങ ആയാലും നമ്മൾ ഒന്ന് വറുത്ത് എടുക്കണം. ഞാൻ ചിലപ്പം നമ്മൾ കോക്കനട്ടിൻ്റെ മറ്റേ ലുലുമാളിൽ നിന്ന് വാങ്ങിച്ച തേങ്ങാപ്പൊടിയാണ് കൂടുതൽ എടുക്കാറുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ പച്ച തേങ്ങയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് തേങ്ങ കുറച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇതിങ്ങനെ വറുത്ത് അതിലോട്ട് ഇട്ടപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എരിശ്ശേരി നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് നമുക്ക് കുറച്ച് ചോറ് ഇന്നലത്തെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം പഴങ്കഞ്ഞി കുടിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ പഴങ്കഞ്ഞി കുറേ ചോറിങ്ങനെ കിടക്കുന്നു. പിന്നെ ഇന്നലത്തെ ചൂരക്കറി വെച്ചത് കൊണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് ആ ചോറ് തിളപ്പിച്ച് ഊറ്റിയാൽ ഇവിടെ ആരും കഴിക്കത്തില്ല കേട്ടോ. എല്ലാവർക്കും അതൊരു മടിയാണ്. പിന്നെ എനിക്കും അങ്ങനെ തിളപ്പിച്ച ചോറ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പഴങ്കഞ്ഞിയായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ആ ഒരു പുതിയ ചോറെന്നുള്ള ഒരു ഇത് നമുക്ക് കഴിക്കാൻ ഇപ്പോൾ തോന്നും. തിളപ്പിച്ച് വിറ്റപ്പോൾ എന്തോ ഒരു മരത്തൊരു സ്മെല്ല് കണക്ക് എനിക്ക് തോന്നി. ഞാൻ അപ്പോൾ അങ്ങനത്തെ ചോറിനെ കൊണ്ട് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത് എപ്പം തിളപ്പിച്ചാലും അങ്ങനെ തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പിന്നെ കുട്ടു ഇറച്ചിക്കറിയൊക്കെ ഇങ്ങനെ വെക്കണം കേട്ടോ. കുട്ടു ഇറച്ചിക്കറി വെക്കാനായിട്ടൊക്കെയുള്ള പ്ലാനിലാണ്. അപ്പം നമ്മൾ ഡേ മൈ ലൈഫ് എന്നും ഇടണമെന്ന് കരുതും. പക്ഷേ ആരും കാണാനായിട്ട് ഒരുപാട് കുറവായതുകൊണ്ടാണ് ഇടാനായിട്ട് മടിക്കുന്നതും. പിന്നെ നമ്മളിങ്ങനെ ഇടും തോറും ആരെങ്കിലുമൊക്കെ കാണട്ടെ എന്ന് കരുതി. പിന്നെ മെയിനായിട്ട് സമയം കിട്ടാറില്ല. വയ്യാതെയൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ്. ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അപ്പം നഖക്കെട്ടൊക്കെ ചെറിയ രീതിയിലൊന്നും പഴുത്തായിരുന്നു. അപ്പം വെള്ളത്തിൽ എപ്പോഴും നനവ് തട്ടുന്നുണ്ട്. സോപ്പിൻ്റെയൊക്കെ ഒരു അലർജിയൊക്കെ കൊണ്ടാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഒന്നും ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല. അപ്പോൾ കുട്ടും കറമ്പിയും കൂടെയൊക്കെ അടിയൊക്കെ കൂടിയതാ ഇങ്ങനെ നടക്കണം കേട്ടോ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. അത് സ്ഥിരം പരിപാടിയാണ്. എത്ര പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് അടി കൂടിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കറമ്പിക്കുട്ടി കരയണേ കേട്ടോ. അവ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് കിടന്ന് കരയണേ കേട്ടോ. ഇവരുടെ കൂടെ അടി കൂടാൻ പോയാൽ നമുക്ക് പിന്നെ അതിനേ നേരം കിട്ടുള്ളൂ. അപ്പം ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. കുറച്ച് നേരം മിണ്ടായിരിക്കും. അവർ അടി കൂടട്ടെ എന്ന് കരുതും. എന്നിട്ട് കുറച്ച് കഴിയുമ്പം കൂടുതലായിട്ട് ഇവർ തമ്മിൽ ചിലപ്പം 2-3 വാക്കുകൾ പറഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തള്ളിയിട്ട് പിന്നെ അങ്ങ് മാറും. ഇവരിങ്ങനെ അടി കൂടപ്പം നമ്മൾ പിറകെ പോയി
സോൾവ് ചെയ്യാൻ പോയാലും കുറച്ച് കഴിയുമ്പോൾ ഇവർ തമ്മിൽ ഒരു കുഴപ്പവും കാണത്തില്ല. പറയാൻ പോകുന്നവരായിരിക്കും പിന്നെ മെയിൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടികൂടൊക്കെ കഴിഞ്ഞ ചിക്കൻ കറിയൊക്കെ ഏകദേശം ആയപ്പോൾ കുട്ടിപ്പെണ്ണാണ് ചിക്കൻ കറി വെച്ചത്. അപ്പോൾ ഞാൻ എന്താ ചക്കയൊക്കെ എല്ലാം സെറ്റാക്കി കേട്ടോ. നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് എല്ലാം റെഡിയായി കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ ബൈ.